മടിച്ചിരിക്കാതെ പറയൂ. SVO ചിദംബരം പിള്ള. അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹം ഇത് തുടങ്ങിയത് തൂത്തുക്കുടിയിലാണ്. ക്ലിയർ ആണ്. അടുത്തത് ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടനേകം പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്ത് നേതൃത്വം കൊടുത്ത ആളുകളുടെ പേരാണ് നമ്മൾ പഠിച്ചത്. ഓക്കെയാണേ. നമസ്കാരം. സഹാർ റൈസ് പ്ലസിൻ്റെ PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് പരീക്ഷ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വദേശി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ബാക്കിയായിട്ട് സ്വദേശി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. നോക്കുക, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ആനി ബെസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അറിഞ്ഞൂടാ, ഉത്തരം അറിഞ്ഞൂടാ, നമ്മൾ പഠിച്ചിട്ടില്ല. അടുത്ത കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻസ് ചേട്ടൻ നോക്കുക. ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ക്ലാസ് പഠിച്ച ശേഷം, ഈ രണ്ടാമത്തെ ക്ലാസ് നമ്മൾ പഠിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പ്രീവിയസ് ക്വസ്റ്റ്യനും ഈ ക്ലാസ്സിൽ ഇപ്പോൾ തന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യനും ഒക്കെ ഒരിക്കൽ കൂടി ഒന്ന് എടുത്ത് വെച്ച് പൗസ് ചെയ്ത് വെച്ച ശേഷം ആൻസറുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, നമ്മൾ ഈ പഠിച്ച ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗമുണ്ടായോ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും പറയുന്നില്ല. ഇതിൻ്റെ ആൻസർ ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഓരോരുത്തരും ശരിയായിട്ട് കണ്ടുപിടിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. നോക്കിക്കൊള്ളുക. എക്സ്പാൻഷൻ ആൻഡ് ഇമ്പാക്റ്റ്, നമ്മുടെ സ്വദേശി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എക്സ്പാൻഷനും അതുണ്ടാക്കിയ ഇമ്പാക്റ്റുമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്വദേശി മൂവ്മെൻറ്റ് വാസ് ദ ഡയറക്റ്റ് കോസ് ഓഫ് ദ റിവേഴ്സൽ ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. അതായത് ബംഗാൾ പാർട്ടീഷൻ്റെ ഒരു തിരിച്ചടിക്ക് കാരണമായത്, അല്ലെങ്കിൽ ബംഗാൾ പാർട്ടീഷനെ നിർത്തലാക്കാനായിട്ട് കാരണമായത്, അതിൻ്റെ ഡയറക്റ്റ് കോസ് എന്ന് പറയുന്നത് ശരിക്കും എന്ത് തന്നെയായിരുന്നു? നമ്മുടെ സ്വദേശി മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. അത് ഓർത്ത് വെച്ചേക്കുക. സ്വദേശി മൂവ്മെൻറ്റ് കാരണമാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ ബംഗാൾ പാർട്ടീഷൻ നമ്മൾ റദ്ദ് ചെയ്യപ്പെടുന്നുണ്ട്, അതിനൊരു തിരിച്ചടി കിട്ടുന്നത് അല്ലേ? സ്വദേശി മൂവ്മെൻറ്റ് പോലെയുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ബ്രിട്ടീഷുകാർ വിചാരിച്ചതുപോലെ തന്നെ എന്ത് നടന്നേനെ? ബംഗാൾ രണ്ട് ഹിന്ദുക്കളുള്ളൊരു സ്ഥലവും മുസ്ലിങ്ങൾ നിൽക്കുന്ന അങ്ങനെ രണ്ട് പ്രദേശങ്ങളായിട്ട് മാറിയേനെ. ഓക്കെ, നോക്കുക. ദ പീരീഡ് ഓഫ് ഇൻറ്റൻസ് ആൻറ്റി പാർട്ടീഷൻ സ്ട്രഗിൾ ഇറ്റ് അഷേർഡ് ഇൻ ഈസ് നോൺ ആസ് ദ എറ ഓഫ് അൾട്രാ നാഷണലിസം. തീവ്ര ദേശീയത എന്നാണ് അൾട്രാ നാഷണലിസത്തിൻ്റെ അർത്ഥം ഇൻ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ദ പീരീഡ് ഓഫ് ഇൻറ്റൻസ് ആൻറ്റി പാർട്ടീഷൻ സ്ട്രഗിൾ, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ആൻറ്റി പാർട്ടീഷൻ സ്ട്രഗിൾ, ഈ വിഭജനത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ നടന്നത് എന്തിന് കാരണമായി, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം എന്തുണ്ടാവാൻ കാരണമായി? അൾട്രാ നാഷണലിസം ഉണ്ടാവാൻ കാരണമായി. അല്ലെങ്കിൽ ഈ ഒരു ഇറ അറിയപ്പെടുന്ന പേരാണ് അൾട്രാ നാഷണലിസം ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്സ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്സിൻ്റെ അൾട്രാ നാഷണലിസത്തിൻ്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഈ ഒരു ആൻറ്റി പാർട്ടീഷൻ സ്ട്രഗിൾ നടക്കുന്ന കാലഘട്ടമായിരുന്നു. ഓക്കെ, സിമ്പിളാണൊന്നുമില്ല. ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാൾ വിഭജനത്തിനെതിരെ എന്ത് ചെയ്യുന്നു? സ്വദേശി മൂവ്മെൻറ്റ് പോലെയുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ തീവ്രമായിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. INC-ക്കകത്ത് എക്സ്ട്രീമിസ്റ്റുകൾ ശക്തി പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ അൾട്രാ നാഷണലിസം എന്ന് നമ്മൾ വിളിച്ചു. തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് നമ്മൾ വിളിച്ചു. അത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കുക. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ സിമ്പൽ എന്തായിരുന്നു ചോദിച്ചാൽ പറയുക, അത് ചർക്കയായിരുന്നു. ദ ചർക്ക ബിക്കം ദ സിമ്പൽ ഓഫ് ദ മൂവ്മെൻറ്റ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഒരു സിമ്പലായിരുന്നു ചർക്ക, അല്ലെങ്കിൽ സ്പിന്നിങ് വീല്, ചർക്ക. ഓക്കെ, ചർക്ക നമ്മൾ കണ്ടിട്ടില്ലേ? ഗാന്ധിജി ഇരുന്ന് ചർക്ക നെയ്യുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് നാൾ മുമ്പ് വിവാദമായിട്ടുണ്ട്. ഗാന്ധിജിക്ക് പകരം മോദി ഇരുന്നിട്ട് ചർക്ക നെയ്യുന്ന ഒരു ചിത്രമൊക്കെ വന്ന് കുറച്ച് വിവാദമൊക്കെ ആയതാണ്. അപ്പോൾ ആ ചർക്കയായിരുന്നു എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന സ്വദേശി മൂവ്മെൻറ്റിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സോങ്, സ്വദേശി സമയത്ത് ഉപയോഗിച്ച സോങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വന്ദേ മാതരം എന്ന് പറയുന്നൊരു സ്ലോഗൻ ഈ സമയത്ത് അവർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോങ് ഏത് തന്നെയാണ്? വന്ദേ മാതരം വാസ് ദ മെയിൻ സോങ് ആൻഡ് ദ മൂവ്മെൻറ്റ് ഈസ് ഓഫൺ കാൾഡ് വന്ദേ മാതരം മൂവ്മെൻറ്റ്. അപ്പോൾ ഈ സ്വദേശി മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്ന ഒരു സോങ് എന്ന് പറയുന്നത് വന്ദേ മാതരമാണ്. അതുകൊണ്ട് തന്നെ ഈ മൂവ്മെൻറ്റിനെ വന്ദേ
മാതരം മൂവ്മെൻറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് വന്ദേ മാതരം മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത വർഷം ചോദിക്കും. അപ്പോൾ നമ്മൾ വന്ദേ മാതരം മൂവ്മെൻറ്റാണ്, അതെന്തൊരു മൂവ്മെൻറ്റ്? സ്വദേശി മൂവ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. അത് ചോദിച്ചാലും സ്വദേശി മൂവ്മെൻറ്റ് വർഷം തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇങ്ങനെ വിളിക്കാൻ കാരണം വന്ദേ മാതരം എന്ന് പറയുന്ന പാട്ടാണ് അവിടെ എന്ത് ചെയ്തിരുന്നത്, കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അടുത്തത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് വാസ് ടു ബോയ്കോട്ട് ഫോറിൻ ഗുഡ്സ് ആൻഡ് പ്രൊമോട്ട് ഇൻഡിജീനിയസ് ഗുഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, നോക്കുക, കൾച്ചറൽ ഇമ്പാക്റ്റ്. ട്രഡീഷണൽ ഡാൻസ് ഡ്രാമ ഫോം ലൈക്ക് ജാത്ര വെയർ യൂസ്ഡ് ടു സ്പ്രെഡ് ദ ഐഡിയ ഓഫ് ദ മൂവ്മെൻറ്റ്. അത് നല്ലൊരു പോയിൻ്റാണ്. ഈ സ്വദേശി മൂവ്മെൻ്റ് എന്ന് പറയുന്ന ആശയം ആളുകളിലേക്ക് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ട്രഡീഷണൽ ഡ്രാമ ഡാൻസാണ് ജാത്ര. അപ്പോൾ ഈ ജാത്ര പോലെയുള്ള ട്രഡീഷണൽ ഡാൻസുകൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു? യൂസ്ഡ് ടു സ്പ്രെഡ് ദ ഐഡിയ ഓഫ് ദ മൂവ്മെൻറ്റ്. ഈ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഐഡിയ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജാത്ര പോലെയുള്ള ട്രഡീഷണൽ ഡാൻസ് ഫോമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഈ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കൾച്ചറൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എന്താണ്? സ്വദേശി മൂവ്മെൻറ്റ് ചിഹ്നം എന്ന് പറയുന്നത് ചർക്കയാണെന്ന് പറഞ്ഞു. അതുപോലെ വന്ദേ മാതരം എന്ന് പറയുന്ന സോങ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്വദേശി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആലപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്ദേ മാതരം മൂവ്മെൻറ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, മറ്റേ നമ്മൾ പറഞ്ഞ പോയിന്റാണ്. അതുപോലെ ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ട്രഡീഷണൽ ഡാൻസ് ഫോമാണ് എന്ന് പറയുന്നത് ജാത്ര എന്ന് പറയുന്നത്. ജാത്ര എങ്കിൽ നോക്കുക, പ്രധാനപ്പെട്ട പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിലേക്ക് വന്ദേ മാതരം, അമൃത ബസാർ പത്രിക, ദ സ്റ്റേറ്റ്മാൻ ആൻഡ് യുഗാന്തർ പ്രൊപ്പഗൻഡഡ് ദ മൂവ്മെൻറ്റ്സ് ഐഡിയ. നമ്മുടെ ഈ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്, നമ്മുടെ പ്രധാനപ്പെട്ട ആശയം, ഇതൊക്കെ പ്രധാനമായിട്ടും ആളുകളിലേക്ക് എത്തിയത് നമ്മുടെ വന്ദേ മാതരം, അതുപോലെ അമൃത ബസാർ പത്രിക, ദ സ്റ്റേറ്റ്മാൻ ആൻഡ് യുഗാന്തർ തുടങ്ങിയ പത്രങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ പറയുന്ന പത്രങ്ങളിലൊക്കെ ഈ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഐഡിയ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്ത, അല്ലെങ്കിൽ പ്രൊപ്പഗൻഡ വ്യക്തമാക്കി കൊടുത്ത പത്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പറയുക വന്ദേ മാതര, അമൃത ബസാർ പത്രിക, ദ സ്റ്റേറ്റ്മാൻ ആൻഡ് യുഗാന്തർ. ഓക്കെയാണേ, ഒന്നും കൂടെ പറഞ്ഞേ, വന്ദേ മാതരം, അമൃത ബസാർ പത്രിക, ദ സ്റ്റേറ്റ്മാൻ ആൻഡ് യുഗാന്തർ പ്രൊപ്പഗൻഡഡ് ദ മൂവ്മെൻറ്റ്സ് ഐഡിയ. ഓക്കെ, അടുത്തത് നാഷണൽ ഹാൻഡ്ലൂം ഡേ ടു ഹോണർ ദ മൂവ്മെൻറ്റ്. നമ്മുടെ ഈ സ്വദേശി മൂവ്മെൻറ്റിന് ഒരു ബഹുമാനാർത്ഥം എന്നപോലെ August 7 ഹാസ് ടു ബീൻ ഒബ്സർവ്ഡ് ആസ് നാഷണൽ ഹാൻഡ്ലൂം ഡേ സിൻസ് 2005. നമ്മൾ പറഞ്ഞല്ലോ August 7 സ്വദേശി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ചിഹ്നം ചർക്കയായിരുന്നു. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സ്വദേശി മൂവ്മെൻറ്റിനുള്ളൊരു ആദര സൂചകമായിട്ട് 2005 മുതൽ August 7 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പോൾ നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ട് ആചരിക്കുന്നത് August 7 അത് 2015 എന്നുകൂടി 2015 മുതലാണ് ആഘോഷിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണേ. അടുത്തത് ലീഡേഴ്സ് അക്രോസ് ഇന്ത്യ. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടക്കുകയുണ്ടായി. അപ്പോൾ ഓരോ സ്ഥലത്തും നേതൃത്വം കൊടുത്ത ലീഡേഴ്സിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ മൂവ്മെൻറ്റ് വാസ് നോട്ട് കൺഫൈൻഡ് ടു ബംഗാൾ ആൻഡ് ഹാഡ് ഇൻഫ്ലുവൻഷ്യൽ ലീഡേഴ്സ് അക്രോസ് ദ കൺട്രി. രാജ്യം മൊത്തം അതിന് നേതൃത്വന്മാരുണ്ടായിരുന്നു. അപ്പോൾ ലീഡേഴ്സിനെയാണ് പഠിക്കാൻ പോകുന്നത്. നോക്കുക, ആദ്യം ബംഗാളിൽ നേതൃത്വം കൊടുത്ത വ്യക്തികൾ അരബിന്ദോ ഘോഷ്, PC റോയി, രവീന്ദ്രനാഥ് ടാഗോർ. പേരിപ്പോൾ തന്നെ പഠിച്ചു പോകും കേട്ടോ. ബംഗാളിൽ സ്വദേശി മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് അരബിന്ദോ ഘോഷ്, PC റോയി, രവീന്ദ്രനാഥ് ടാഗോർ. അരബിന്ദോ ഘോഷ്, PC റോയി, രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, പഞ്ചാബിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ലാല ലജ്പത് റായ്. പഠിക്കണം, പഞ്ചാബിൽ സ്വദേശി മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ലാല ലജ്പത് റായ്. അടുത്തത് ഡൽഹിയിൽ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സെയ്ദ് ഹൈദർ റാസ. ഒരിക്കൽ കൂടി, സെയ്ദ് ഹൈദർ റാസ. ഡൽഹിയിൽ സ്വദേശി മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സെയ്ദ് ഹൈദർ റാസ. ബംഗാളിൽ അരബിന്ദോ ഘോഷ്, PC റോയി, രവീന്ദ്രനാഥ് ടാഗോർ. പഞ്ചാബിൽ ലാല ലജ്പത് റായ്. ഡൽഹിയിൽ സെയ്ദ് ഹൈദർ റാസ. ഓക്കെ, 3 റീജിയൻ, 3 സ്ഥലത്തെയും നേതാക്കന്മാരുടെ പേര് പഠിച്ചു. അടുത്ത നോക്കുക, മദ്രാസിൽ നമ്മുടെ സ്വദേശി മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. മദ്രാസിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് VO ചിദംബരം പിള്ളൈ. മദ്രാസിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് VO ചിദംബരം പിള്ളൈ.
മഹാരാഷ്ട്രയിൽ നേതൃത്വം കൊടുത്ത വ്യക്തി ബാലഗംഗാധര തിലക്. മഹാരാഷ്ട്രയിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. ആന്ധ്രാപ്രദേശിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഹരിസരോത്തം റാവു. ഹരിസരോത്തം റാവു ആണ് എന്ത് ചെയ്തത്? ആന്ധ്രാപ്രദേശിൽ നേതൃത്വം കൊടുത്തത്. അപ്പോൾ നമ്മൾ പഠിച്ചു സ്വദേശി മൂവ്മെന്റ് ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടനേകം പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്ത് നേതൃത്വം കൊടുത്ത ആളുകളുടെ പേരാണ് നമ്മൾ പഠിച്ചത്. ഓക്കെയാണേ ഒരിക്കൽ കൂടി നോക്കുക. ബംഗാളിൽ അരബിന്ദോ ഘോഷ്, പി സി റോയ്, രവീന്ദ്രനാഥ് ടാഗോർ. പഞ്ചാബിൽ ലാൽ ലജ്പത് റായ്. ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസയാണ്. എങ്കിൽ മദ്രാസിൽ വി ഒ ചിദംബരം പിള്ള. മഹാരാഷ്ട്രയിൽ ബാലഗംഗാധര തിലകനാണ്. ആന്ധ്രാപ്രദേശിൽ ഹരിവസ് റാവു ആണ്. ഓക്കെയാണേ ഇത് അടുത്ത് നോക്കുക. ഫേമസ് ഇനിഷ്യേറ്റീവ് ആൻഡ് ഓർഗനൈസേഷൻ. ഈ സ്വദേശി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ഒട്ടനേകം സ്ഥലങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? സ്വദേശവൽക്കരണം നടക്കപ്പെടുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പദ്ധതികൾക്ക് പുറമേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്വദേശികളും ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ഇനിഷ്യേറ്റീവും ഓർഗനൈസേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കുക, ആദ്യത്തേത് The movement sprouted the creation of many indigenous enterprises and organizations. ഒരുപാട് എൻ്റർപ്രൈസസ് ഓർഗനൈസേഷനൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. ഇത് സ്വദേശി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ട് വന്നൊരു സംരംഭമാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. ഇത് എന്നാണ് തുടങ്ങിയെന്ന് ചോദിച്ചാൽ 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ടഡ് ഇൻ ടൂറ്റിക്കോൺ എന്ന് പറഞ്ഞാൽ തൂത്തുക്കുടിയാണ് കേട്ടോ. തൂത്തുക്കുടിയെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നത് അങ്ങനെയാണ്, തൂത്തുക്കുടി. ബൈ വി ഒ ചിദംബരം പിള്ള. നമ്മൾ പറഞ്ഞു മദ്രാസിൽ സ്വദേശി മൂവ്മെന്റിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് പി ഒ ചിദംബരം പിള്ള. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഹൂ ഈസ് നോൺ ആസ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വി ഒ ചിദംബരം പിള്ളൈ. ഓക്കെ, അപ്പോൾ വി ഒ ചിദംബരം പിള്ളയാണ് എന്നറിയപ്പെടുന്നത്, കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിനാണ് നേതൃത്വം കൊടുത്തത്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിക്കാണ് നേതൃത്വം കൊടുത്തത്. ഏത് വർഷമായിരുന്നു? 1906 എവിടെയാണ്? ടൂറ്റിക്കോൺ അല്ലെങ്കിൽ ടൂറ്റിക്കോൺ എന്ന് പറയുന്നത് തൂത്തുക്കുടിയിലാണ്. തൂത്തുക്കുടി. ഓക്കെയാണ്, ക്ലിയർ ആണ്. അദ്ദേഹം എവിടെ നേതൃത്വം കൊടുത്തതേ? മദ്രാസിൽ സ്വദേശി മൂവ്മെന്റിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഈ പറയുന്ന വി ഒ ചിദംബരം പിള്ള. ക്ലിയർ ആണ്. അത് അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ, എ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഫൗണ്ടഡ് ബൈ പ്രഫുല്ല ചന്ദ്ര റോയ്. പി സി റോയ് എന്നറിയപ്പെടുന്ന പ്രഫുല്ല ചന്ദ്ര റോയ് തുടങ്ങിയ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ. സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായി വന്ന മറ്റൊരു സംരംഭമാണ് എന്നു പറയുന്നത് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ. ഇത് തുടങ്ങിയ വ്യക്തിയുടെ പേര് പ്രഫുല്ല ചന്ദ്ര റോയ് അല്ലെങ്കിൽ പി സി റോയ്. ക്ലിയർ ആണ്. 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ പഠിച്ചു. അടുത്ത് നോക്കുക, നാഷണൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി. 1906 നാഷണൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി. നോക്കുക, ഫോംഡ് ടു എസ്റ്റാബ്ലിഷ് എ നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം വേണമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ പദ്ധതികളും സ്കൂളുകളും ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് പോരാ, നമുക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി ഫോം ചെയ്യുന്നത്. എ നാഷണൽ കോളേജ് വാസ് ഓപ്പൺഡ് ഇൻ കൽക്കത്ത വിത്ത് അരബിന്ദോ ഘോഷ് ആസ് ഇറ്റ്സ് പ്രിൻസിപ്പൽ. അപ്പോൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് ഒരു നാഷണൽ എഡ്യൂക്കേഷൻ കോളേജ് ഓപ്പൺ ചെയ്യുന്ന സ്ഥലം കൽക്കത്തയാണ്. അതിൻ്റെ പ്രിൻസിപ്പളായിരുന്ന വ്യക്തിയാണ് അരബിന്ദോ ഘോഷ്. ഓക്കെ ആണേ. നോക്കുക, ദ നാഷണൽ കരിക്കുലം വാസ് ഡെവലപ്ഡ് ബൈ സതീഷ് ചന്ദ്ര മുഖർജി. നാഷണൽ കരിക്കുലം എന്ന് പറഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ദേശീയ ഒരു സിലബസ് കൊണ്ടുവന്ന വ്യക്തിയാണ് സതീഷ് ചന്ദ്ര മുഖർജി. ക്ലിയർ ആണ്. 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിച്ചു. ഒന്ന് സ്വദേശി നാവിഗേഷൻ സ്റ്റീം പഠിച്ചു, ബംഗാൾ കെമിക്കൽ ഫാക്ടറി പഠിച്ചു,
നാഷണൽ എഡ്യൂക്കേഷൻ കമ്മിറ്റിയെ കുറിച്ച് പഠിച്ചു. എഡ്യൂക്കേഷൻ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ഫോംഡ് ടു എസ്റ്റാബ്ലിഷ് നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു നാഷണൽ കോളേജ് കൽക്കത്തയിൽ തുടങ്ങുന്നു. അതിൻ്റെ പ്രിൻസിപ്പൾ അരബിന്ദോ ഘോഷാണ്. എങ്കിൽ നാഷണൽ കരിക്കുലം, ദേശീയ വിദ്യാഭ്യാസ പദ്ധതി, അത് കൊണ്ടുവന്ന വ്യക്തിയാണ് സതീഷ് ചന്ദ്ര മുഖർജി. സതീഷ് ചന്ദ്ര മുഖർജി മറക്കരുത്. ഇതാ നമ്മൾ പോകുന്നു അടുത്ത ആളിലേക്ക്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് ഫൗണ്ട് ചെയ്ത വ്യക്തിയാണ് അബനീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് കൊണ്ടുവന്ന വ്യക്തിയാണ്, ഫൗണ്ട് ചെയ്ത വ്യക്തിയാണ് അബനീന്ദ്രനാഥ ടാഗോർ. ഇൻ കൽക്കത്ത. എവിടെയാണ്? കൽക്കത്തയിലാണ്. ടു പ്രൊമോട്ട് ഇൻഡജീനിയസ് ഇന്ത്യൻ പെയിൻറ്റിങ്. സ്വദേശീയമായ ഇന്ത്യൻ ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംരംഭമാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ്. നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഹി ആൾസോ പെയിൻറ്റഡ് ദ ഫേമസ് ഇമേജ് വന്ദേ മാത, ഇമേജ് ഭാരത് മാത. ഭാരത് മാത എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ഉണ്ട്. ആ പെയിൻറ്റിങ് വരച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതും അബനീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് നമ്മുടെ ഇന്ത്യൻ ചിത്രകലയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംരംഭമാണ്. അത് ഫൗണ്ട് ചെയ്ത വ്യക്തിയാണ് ആര്? പറഞ്ഞേ. എസ് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹം വരച്ചൊരു ഫേമസ് ചിത്രമുണ്ട്. ആ ചിത്രത്തിൻ്റെ പേരെന്ന് പറഞ്ഞേ ഭാരത് മാത. ഓക്കെ ആണേ? ഓക്കെ ആണ്. അടുത്ത് നോക്കുക, സ്വദേശി ബാന്ധവ സമിതി. സ്വദേശി ബാന്ധവ സമിതി ശ്രദ്ധിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചോദിച്ചിട്ടുള്ളൊരു സാധനമാണ് സ്വദേശി ബാന്ധവ സമിതി. ദ ലാർജസ്റ്റ് വോളണ്ടറി ഓർഗനൈസേഷൻ ഡ്യൂറിങ് ദ മൂവ്മെൻറ്റ്. സ്വദേശി പ്രസ്ഥാനം നടക്കുന്ന സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു വോളണ്ടറി സംഘടനയാണ് സ്വദേശി ബാന്ധവ് സമിതി എന്ന് പറയുന്നത്. ദ ലാർജസ്റ്റ് വോളണ്ടറി മൂവ്മെൻ്റ് ആണ് എന്ന് പറയുന്നത് സ്വദേശി ബാന്ധവ് സമിതി. ഇത് ഫൗണ്ട് ചെയ്ത വ്യക്തിയുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അശ്വനി കുമാർ ദത്ത. അശ്വനി കുമാർ ദത്താണ് സ്വദേശി ബാന്ധവ് സമിതി ഫോം ചെയ്തത്. ഓക്കെ ആണ്? ക്ലിയർ ആണ്? മറക്കരുത്. നമുക്ക് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. അടുത്തത് ഫസ്റ്റ് ബോയ്ക്കോട്ട്. ആദ്യമായിട്ട് ഈ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്ന വ്യക്തി എന്ന് പറയുന്നത് കൃഷ്ണകുമാർ മിത്രയാണ്. ദ ഐഡിയ ഓഫ് ബോയ്ക്കോട്ടിംഗ് ഫോറിൻ ഗുഡ്സ് വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ കൃഷ്ണകുമാർ മിത്ര ഇൻ ഹിസ് പബ്ലിക്കേഷൻ സഞ്ജീവനി. 1905 സഞ്ജീവനി എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷനിലൂടെ കൃഷ്ണകുമാർ മിത്രയാണ് ഈ വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ഓക്കെ ആണേ? ക്ലിയർ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേര് സഞ്ജീവനി. അടുത്ത നോക്കുക, അതർ ഓർഗനൈസേഷൻ. മറ്റു ഓർഗനൈസേഷനാണ് സ്വദേശി വസ്ത്ര പ്രചാരണി സഭ. സ്വദേശി വസ്ത്ര പ്രചാരണി സഭ ഫൗണ്ട് ചെയ്ത വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. ഓക്കെ, ബാലഗംഗാധര തിലകനാണ് എന്ത് ചെയ്യുന്നത്? സ്വദേശി വസ്ത്ര പ്രചാരണി സഭ ഫൗണ്ട് ചെയ്യുന്നത്. മറ്റൊരു സ്വദേശി സംഘടനയാണ് സ്വദേശി മണ്ഡലി. സ്വദേശി മണ്ഡലി ഫോം ചെയ്യുന്ന വ്യക്തിയാണ് CR ദാസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വദേശി മണ്ഡലി CR ദാസ്. ഓക്കെ ആണ്. സ്വദേശി മണ്ഡലി CR ദാസ്. നമുക്ക് ഈ പറഞ്ഞ പോയിന്റുകൾ ഒരിക്കൽ കൂടി ഒന്ന് പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. നോക്കിക്കൊള്ളുക. സ്വദേശി കാലത്ത് സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസും സ്ഥാപനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, വർഷം 1906. കൊണ്ടുവന്ന വ്യക്തിയുടെ പേരെന്ന് പറഞ്ഞേ, മടിച്ചിരിക്കാതെ പറയൂ. SVO ചിദംബരം പിള്ള. അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹം ഇത് തുടങ്ങിയത് തൂത്തുക്കുടിയിലാണ്. ക്ലിയർ ആണ്? അടുത്തത് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ. ആരാടെ കൊണ്ടുവന്നത്? പ്രഫുല്ല ചന്ദ്ര റോയ് അല്ലെങ്കിൽ PC റോയ്. എങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി എന്ന് വന്നു? പറ. 1906 വന്നു. എന്തിനു വേണ്ടിയിട്ട് വന്നു? പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. ഫോംഡ് എ എസ്റ്റാബ്ലിഷ്ഡ് നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതിൻ്റെ ഫലമായിട്ട് നാഷണൽ കോളേജ് എവിടെ ഓപ്പണായി? യെസ്, കൽക്കത്തയിൽ ഓപ്പണായി. പ്രിൻസിപ്പളായിരുന്ന വ്യക്തി അരബിന്ദോ ഘോഷാണ്. എങ്കിൽ നാഷണൽ കരിക്കുലം ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് സതീഷ് ചന്ദ്ര മുഖർജി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്ട് ആര് ഫോം ചെയ്തു? അബനീന്ദ്രനാഥ ടാഗോർ ഫോം ചെയ്തു. എവിടെ ഫോം ചെയ്തു? കൽക്കത്തയിൽ ഫോം ചെയ്തു. എന്തിനെ പ്രൊമോട്ട് ചെയ്യാൻ? സ്വദേശീയ ആയിട്ടുള്ള ചിത്രകല, ഇൻഡിജീനിയസ് ഇന്ത്യൻ പെയിൻറ്റിങ്. ഇദ്ദേഹം വരച്ച പ്രധാനപ്പെട്ട ഒരു ഫേമസ് ചിത്രമാണ് ഭാരത് മാത.
ഓക്കെ, എങ്കിൽ സ്വദേശി ബാന്ധവ് സമിതി എന്തായിരുന്നു? ദ ലാർജസ്റ്റ് വോളണ്ടറി ഓർഗനൈസേഷൻ. ആര് ഫോം ചെയ്തു? അശ്വിനി കുമാർ ദത്ത. എങ്കിൽ ആദ്യമായി വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്ന ആശയം മുൻപോട്ട് വെച്ചത് ആര്, എന്തിലൂടെ? എസ് കൃഷ്ണകുമാർ മിത്ര. അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷനായ സഞ്ജീവനിയിലൂടെ 1905 എങ്കിൽ മറ്റ് ചില 2 ഓർഗനൈസേഷൻസ് പഠിക്കുക. സ്വദേശി വസ്ത്രപ്രചാരണി സഭ ഫൗണ്ട് ചെയ്തത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. സ്വദേശി മണ്ഡലി ഫോം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ CR ദാസാണ്. ഈ സമയത്തുണ്ടായിരുന്ന ചില ന്യൂസ് പേപ്പറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നോക്കിക്കൊള്ളുക. സ്വദേശി മിത്ര, ജി സുബ്രഹ്മണ്യ അയ്യരാണ് ഈ പത്രം ഫൗണ്ട് ചെയ്തത്. ഇത് സ്വദേശി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്ത് ഉണ്ടായിട്ട് വന്നൊരു പത്രമാണ് എന്തെന്ന് പറയുന്നത് സ്വദേശി മിത്രം എന്ന് പറയുന്നത്. സ്വദേശി മിത്രം പത്രത്തിൻ്റെ ഫൗണ്ടറാണ് ജി സുബ്രഹ്മണ്യ അയ്യർ. ഓക്കെ, അടുത്തത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന പത്രം സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ശ്യാംജി കൃഷ്ണവർമ്മ. ശ്യാംജി കൃഷ്ണവർമ്മ അദ്ദേഹം കൊണ്ടുവന്ന പത്രമാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. ഓക്കെ, 2 പത്രങ്ങൾ, സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ ഫൗണ്ട് ചെയ്ത സ്വദേശി മിത്രം, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ശ്യാംജി കൃഷ്ണവർമ്മ. അടുത്തത് എ സോപ്പ് ഫാക്ടറി വാസ് സ്റ്റാർട്ടഡ് ബൈ നീൽ രത്തൻ ശങ്കർ. ഈ സ്വദേശി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രി ഫോം ചെയ്യുന്നുണ്ട്, ഒരു ഫാക്ടറി ഫോം ചെയ്യുന്നുണ്ട്, സോപ്പ് ഫാക്ടറി. ആ സോപ്പ് ഫാക്ടറി കൊണ്ടുവന്ന വ്യക്തിയാണ് നീൽ രത്തൻ സർക്കാർ. നീൽ രത്തൻ സർക്കാർ എന്ത് കൊണ്ടുവന്നു? ഒരു സോപ്പ് ഫാക്ടറി തുടങ്ങി. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രചോദനം എന്ന രീതിയിൽ ഇന്ത്യയിൽ സ്വന്തമായിട്ടൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കൊണ്ടുവന്ന വ്യക്തിയാണ് നീൽ രത്തൻ സർക്കാർ. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഓക്കെ ആണേ? ശരി, അടുത്ത് നമ്മൾ നേരെ പഠിക്കാൻ പോകുന്നത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫി പറ്റിയാണ്. ഈ സമയത്തുണ്ടായിട്ടുള്ള എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫി നോക്കുക. ലീഡേഴ്സ് ലൈക്ക് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ ആൻഡ് രമേശ് ചന്ദ്ര ദത്ത് എക്സ്പ്ലെയിൻ ഹൗ ബ്രിട്ടീഷ് പോളിസീസ് വെയർ കോസിംഗ് ദ എക്കണോമിക് ഡ്രൈവ് ഫ്രം ഇന്ത്യ. ഇന്ത്യക്കാർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, എക്കണോമിക് ഡ്രൈവ്, അതിന് കാരണമാകുന്നത് ബ്രിട്ടീഷുകാരുടെ പോളിസീസ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പോളിസീസ് എങ്ങനെയാണ് ഇന്ത്യക്കാർക്കുള്ള സാമ്പത്തിക ചൂഷണത്തിന് കാരണമാകുന്നത് എന്ന് കൃത്യമായി എക്സ്പ്ലെയിൻ കൊടുത്ത നേതാക്കളാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ ആൻഡ് രമേശ് ചന്ദ്ര ദത്ത്. അപ്പോൾ ഇത് ഒരുപാട് നേതാക്കളുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കൾ. അപ്പോൾ ഇവരുടെ പോലെയുള്ള നേതാക്കൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ നമ്മുടെ ചൂഷണം ചെയ്യുകയാണെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഇന്ത്യക്കാർക്ക് കൊടുത്തു. വേർ ഇൻഡജീനിയസ് വാസ് പ്രപ്പോസ്ഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വദേശ വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്നൊരു ആശയം ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കി കൊടുത്ത നേതാക്കളാണ് ഗോപാലകൃഷ്ണ ഗോഖലെ, രമേശ് ചന്ദ്ര ദത്ത് ആൻഡ് ദാദാഭായി നവറോജി. ഓക്കെ, ദ സ്ലോഗൻ സ്വരാജ് ഗെയിൻഡ് പ്രോമിനൻസസ്. സ്വരാജ് എന്ന് പറയുന്ന സ്ലോഗൻ വളരെ എന്ത് ചെയ്തു? ഫേമസ് ആയിട്ട്. സെൽഫ് റൂൾ എന്നാണ് എന്തിൻ്റെ അർത്ഥം? നമ്മുടെ സ്വരാജിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വരാജ് അല്ലെങ്കിൽ സെൽഫ് റൂൾ എന്ന് പറയുന്ന സ്ലോഗന് വളരെയധികം എന്ത് ലഭിച്ചു? പ്രചാരം ലഭിച്ചത് വളരെ പോപ്പുലറായി. ദ ലീഡേഴ്സ് ലൈക്ക് അരബിന്ദോ ഘോഷ് ആൻഡ് വിപിൻ ചന്ദ്രപാൽ, സ്വരാജ് മീൻസ് കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഈ അരബിന്ദോ ഘോഷും അതുപോലെ വിപിൻ ചന്ദ്രപാലും ഒക്കെ തുടങ്ങിയ നേതാക്കളൊക്കെ ഈ സ്വരാജിനെ പറഞ്ഞ സ്വരാജ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? അത് കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ്. അതായത് സ്വരാജ് എന്ന് പറഞ്ഞാൽ സെൽഫ് റൂൾ എന്നാണ്. അപ്പോൾ സ്വരാജ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ആണ് എന്ന് പറഞ്ഞ നേതാക്കളാണ് അരബിന്ദോ ഘോഷും വിപിൻ ചന്ദ്രപാലും. ഓക്കെ, എത്രയേ ഉള്ളൂ, അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഓർക്കേണ്ട പോയിന്റ് അതൊക്കെയാണ്. അടുത്തത് തിലക് ഇൻറപ്റ്റഡ് ഇറ്റ് ആസ് ഇന്ത്യ ഹാവിങ് കൺട്രോൾ ഓവർ ദ ഗവൺമെൻറ്. തിലകൻ, ബാലഗംഗാധര തിലകൻ പറഞ്ഞതെന്ന് വെച്ചാൽ സ്വരാജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യാസ് ഹാവ് കൺട്രോൾ ഓവർ ദ ഗവൺമെൻറ്. ഇന്ത്യക്കാർക്ക് ഗവൺമെൻറ്റിൻ്റെ മേലുള്ള നിയന്ത്രണം വേണം. അതാണ് സ്വരാജ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് തിലക്, ബാലഗംഗാധര തിലക്. ഓക്കെയാണ്. അപ്പോൾ ഈ സ്വരാജ് എന്ന് പറയുന്ന സ്ലോഗൻ എന്ത് ചെയ്തു? വളരെയധികം പോപ്പുലറായി. അപ്പോൾ ഈ സ്വരാജ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞത് അരബിന്ദോ ഘോഷ്, വിപിൻ ചന്ദ്രപാലുമാണ്. അത് ഇന്ത്യക്കാർക്കോ ഗവൺമെൻറ്റിന് മേലുള്ള നിയന്ത്രണമായിരിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് തിലക്, ബാലഗംഗാധര തിലക്. ഓക്കെയാണേ, നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി.